ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 4. നിയന്ത്രണം. ചോദ്യം: എൻ്റെ ജീവിതം എല്ലായ്പ്പോഴും എൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും നല്ലതുപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു പോന്നിട്ടുണ്ട്. ഈയിടെയായി എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നുന്നു. കൂടിവരുന്ന എൻ്റെ പ്രായവും കമ്പോള നിലയുമാണ് ഇതിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ? ഉത്തരം: നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് ബോധപൂർവമായ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഘടകത്തെയാണ് നിങ്ങൾ വാസ്തവത്തിൽ നിയന്ത്രിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തചംക്രമണം, ദഹനക്രിയ, മാംസപേശികളുടെ ചലനങ്ങൾ, നാഡീസ്പന്ദനം, ഉറക്കം, ചിന്തകൾ, സാഹചര്യങ്ങൾ. ഇതുവരെ നാം എന്തിനെയാണ് നിയന്ത്രിച്ചിട്ടുള്ളത്? അടുത്ത നിമിഷം നാം എന്താണ് ചിന്തിക്കുവാൻ പോകുന്നതെന്ന് ആ ചിന്ത വന്നു പോകുന്നത് വരെ നാം അറിയുന്നില്ല. കഴിഞ്ഞുപോയതിനെ മാത്രം നാം അറിയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ജീവനപരമായ കൃത്യങ്ങളെല്ലാം ഉപബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൈവത്തിന് നന്ദി. മാരകമായ ചില മറവികളിൽ നിന്ന് നാം രക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദേഹത്തിലെ പ്രധാന കൃത്യങ്ങളിൽ നമ്മുടെ ബോധമനസ്സിന് പങ്കില്ല. ഒരു ചിന്ത സംഭവിച്ചതിനു ശേഷം മാത്രം ബോധമനസ്സ് അത് തിരിച്ചറിയുന്നു. ചിന്തകളുടെ മേൽ അതിന് നിയന്ത്രണമില്ല. നാം വളരെയധികം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് നാം കരുതുന്നുവെങ്കിൽ അതിനെ നമുക്കൊന്ന് അടുത്തു പരിശോധിക്കാം. കാലാവസ്ഥയിന്മേലും കാലഭേദത്തിന്മേലും നമുക്ക് നിയന്ത്രണമില്ല. ചുറ്റുപാടുകളിന്മേൽ നിയന്ത്രണമില്ല. വികാരങ്ങൾ, മനോഭാവത്തിൻ്റെ മാറ്റങ്ങൾ, അവ പലപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും, മുതലായ അകത്തെ സാഹചര്യങ്ങളുടെ മേലും ഒരു വലിയ പരിധിവരെ നിയന്ത്രണമില്ല. അങ്ങനെ ഒരു നിശ്ചിതമായ സ്ഥലത്തും സമയത്തും ബുദ്ധിപരവും മാനസികവും ശാരീരികവുമായ അവസ്ഥകളും വെച്ചുകൊണ്ട് നാം ചിലത് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും നാമാണ് കർത്താവ് എന്ന് നാം കരുതുന്നു. ഒട്ടും നമ്മുടേതല്ലാത്ത കാര്യങ്ങളിന്മേലും സാഹചര്യങ്ങളിന്മേലും ഉള്ള നമ്മുടെ ഉടമസ്ഥതാബോധമാണ് ജീവിതത്തിലെ പല ദുരവസ്ഥകൾക്കും അടിസ്ഥാന കാരണം. നമുക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണോ ഈ പറഞ്ഞതിനർത്ഥം? ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് പരിമിതമായ അഥവാ ഒരുപക്ഷെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്. നാം വാസ്തവത്തിൽ ആരാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം. അതിനായി പല സാഹചര്യങ്ങളിലൂടെയും പരിശ്രമങ്ങളിലൂടെയും തെറ്റുകളിലൂടെയും നാം കടന്നു പോകുന്നു. പലപ്പോഴും അധികം അവസരങ്ങളിലും മരണസമയത്ത് മാത്രമാണ് വാസ്തവത്തിൽ നാം ആരാണ് എന്ന് നാം അറിയുന്നത്. നാം ആത്മാവ് തന്നെയാണ്. അടുത്ത ചുമതല നമ്മുടെ ശരിയായ സ്വഭാവം പ്രകാശിപ്പിക്കലാണ്. പ്രപഞ്ചം മുഴുവനും നമ്മുടെ അകത്തുണ്ടെന്നും നാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നും ഉള്ള പൂർണ്ണ ബോധത്തോടെയുള്ള സാർവലൗകിക സ്നേഹമാണ് നമ്മുടെ ശരിയായ സ്വഭാവം. മൂന്നാമത്തെ ചുമതല മറ്റുള്ളവരെ അവരുടെ തന്നെ ശരിയായ സ്വഭാവം തിരിച്ചറിയുവാൻ സഹായിക്കലാണ്. ജനങ്ങൾക്കൊരു സാമൂഹ്യ വാസനയുണ്ട്. മുമ്പിൽ നടക്കുന്നവരെ ലക്ഷ്യത്തിൻ്റെ അനുയോജ്യതയെ പോലും പരിഗണിക്കാതെ എല്ലാവരും പിന്തുടരുന്നു. ചുമതലയോടെ ഒരാളെയെങ്കിലും വേർപെടുത്തിയെടുത്ത് അയാളെ സ്വയം മുന്നേറുവാനും അവബോധത്തോടെ ജീവിക്കുവാനും സഹായിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി. അല്ലാത്ത പക്ഷം എന്നെങ്കിലും നിയന്ത്രണം എന്നത് നഷ്ടപ്പെടുകയും നമുക്കെന്തോ തകരാറുണ്ട് എന്ന് നമുക്ക് തോന്നിത്തുടങ്ങുകയും ചെയ്യും. തകരാറ് നമുക്കല്ല, നമ്മെക്കുറിച്ചും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഉള്ള നമ്മുടെ തിരിച്ചറിവിനാണ്. നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയിരുന്ന നിയന്ത്രണം വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അറിയുക. സാഹചര്യങ്ങൾ അത് ഉണ്ട് എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കി. നിങ്ങൾ ആ മിഥ്യാവിശ്വാസത്തിൻ്റെ ലോകത്തിൽ വളരെ കാലം ജീവിക്കുകയും നിങ്ങൾക്ക് പരമാർത്ഥതയുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ചെയ്തു. അത്രമാത്രം. ഇപ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണ്. അടിസ്ഥാനപരമായി എന്തോ പിശകുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. നിങ്ങളൊന്നും നിയന്ത്രിച്ചിരുന്നില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളിൽ നിലനിൽപ്പിനോട് തന്നെയുള്ള കൃതജ്ഞത വളരുകയും ചെയ്യും. സർവ്വജീവികൾക്കും ഇടയിലുള്ള സാമാന്യത നിങ്ങൾ കാണും. ഭൂമിയിൽ ചലിക്കുന്നവയെല്ലാം ഭരിക്കുന്നത് ഒരേ ആത്മാവാണ്. എല്ലാ ആകാരങ്ങൾക്കും അകത്ത് നിങ്ങൾ ആ ആത്മാവിനെ കാണും. നിങ്ങൾ ആത്മീയമായി കൂടുതൽ വികസിക്കും. ഗുണങ്ങൾ. നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നമ്മുടെ ഗുണങ്ങളെ, പ്രാഥമികമായ പ്രത്യേകതകളെയും അവയുടെ പ്രകടന രീതികളെയും ആശ്രയിച്ചിരിക്കുന്നു. ഗുണങ്ങൾ സത്വം, രജസ്, തമസ് എന്ന് 3ആയി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവം നമ്മുടെ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവയിൽ ഏതെങ്കിലും ഒരു ഗുണം മറ്റുള്ളവയേക്കാൾ താരതമ്യേന മുന്തി നിൽക്കുകയും ചെയ്യും.
രാജസപ്രധാനനായ ഒരാൾ അസാമാന്യമായ ഉത്സാഹമുള്ളവനും മാറി മാറി വരുന്ന വികാരങ്ങൾക്ക് വിധേയനുമായിരിക്കും. സാത്വികനായ ഒരാൾ സ്വയമേവ ഏറ്റവും മംഗളകരമായ ബ്രാഹ്മണ മുഹൂർത്തത്തിൽ, അതായത് വെളുപ്പിന് 3 മണിക്കും 6 മണിക്കും ഇടയിൽ തൻ്റെ നിത്യകർമ്മങ്ങൾ തുടങ്ങും. തമോ ഗുണപ്രധാനനായ ഒരാൾ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുകയും ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തനാവുകയും ചെയ്യും. എല്ലാവരിലും ഈ 3 ഗുണങ്ങളും ഏറിയും കുറഞ്ഞും ഉണ്ടാകും. ഏത് ഗുണമാണ് പ്രബലമായത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരാളുടെ പെരുമാറ്റം നിർണ്ണയിക്കപ്പെടുന്നത്. ഗുണങ്ങൾ ഇന്ദ്രിയങ്ങളുമായി സൂക്ഷ്മമായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഇന്ദ്രിയ സംബന്ധിയായ വസ്തുക്കളോടുള്ള നമ്മുടെ ആഗ്രഹത്തെ തുണയ്ക്കുകയും ചെയ്യുന്നു. അവബോധത്തിൽ അഥവാ ആത്മജ്ഞാനത്തിൽ ഗുണങ്ങൾ സമതുലിതമായും സ്ഥിരമായും നിലനിൽക്കുന്നു. ഇത് കർമ്മരഹിതമായ ഒരവസ്ഥയാണ്. ഗുണങ്ങളിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ കർമ്മത്തെ പ്രചോദിപ്പിക്കുന്നു. തൻ്റെ പ്രകൃതിക്ക് അഥവാ ഗുണങ്ങൾക്ക് അനുസരിച്ച് മനുഷ്യൻ പെരുമാറുന്നു. നാം സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രാമുഖ്യം നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. ഈ ജന്മത്തിന് കാതലായ കാരണമായ പ്രാരാബ്ധ കർമ്മങ്ങൾ തീർത്ത് കളയുവാൻ ആവശ്യമായതുകൊണ്ട് നാം ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ജനിച്ചു. അതേ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതകാലത്ത് നാം പലപ്പോഴും വ്യത്യസ്തങ്ങളായ ചുറ്റുപാടുകളിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെടുന്നു. വാസനകൾ അഥവാ അടിസ്ഥാന സ്വഭാവവിശേഷങ്ങൾ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. ചിന്തകൾ വാസനകളിൽ നിന്ന് ഉണ്ടാകുന്നു. വാക്കുകൾ ചിന്തകളിൽ നിന്നുണ്ടാകുന്നു. പ്രവൃത്തികൾ വാക്കുകളിൽ നിന്നുണ്ടാകുന്നു. നമ്മുടെ അസ്തിത്വ മാതൃകയുടെ സാമാന്യമായ ഒരു തരംതിരിക്കലാണ് ഇത്. ആദ്യം വാസന, പിന്നെ ചിന്ത, അതിനുശേഷം വാക്ക്, അവസാനം പ്രവൃത്തി. ഇതിനെ നമുക്ക് പ്രവൃത്തിയുടെ കാലാനുക്രമം എന്ന് വിളിക്കാം. ഇഹലോക ജീവിതത്തിൽ എണ്ണമറ്റ രീതിയിൽ പരസ്പര ബന്ധങ്ങൾ സാധ്യമാണ്. ചെയ്യേണ്ടവയുടെയും ചെയ്യരുതാത്തവയുടെയും മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള അനുപാതവും പല ചേരുവകളിൽ നിലനിൽക്കുന്നു. ഓരോ വ്യവസ്ഥിതിക്കും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും നിഷേധാത്മകത്വം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഈ ജന്മത്തിൽ തന്നെയോ അടുത്ത ജന്മത്തിലോ അതേ വിധി തന്നെ നേരിടേണ്ടി വരുമെന്ന് സാധാരണയായി പറയാറുണ്ട്. അതുകൊണ്ടൊരു ഈ ജീവിതമോ മാത്രം കണക്കിലെടുത്ത് ഒരാളെ വിലയിരുത്തരുത്. ഒരു പ്രവൃത്തിയും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നില്ല. പ്രകൃതി ഓരോ പ്രവൃത്തിയെയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഉപബോധവും ഓരോ പ്രവൃത്തിയെയും രേഖപ്പെടുത്തുന്നു. നിരുപദ്രവമായ ഒരു പത്രവാർത്ത പോലെ നാം പങ്കെടുക്കാതെ കാണുക മാത്രം ചെയ്യുന്ന പ്രവൃത്തികളെ പോലും രേഖപ്പെടുത്തുന്നു. ഇവയെല്ലാം നമ്മുടെ കാർമ്മിക ഭാവിക്കുള്ള ഘടകങ്ങളായി തീരുന്നു. ഈയിടെ ഞാൻ തെക്കുകിഴക്കൻ ഏഷ്യ സന്ദർശിക്കുകയുണ്ടായി. അവിടെ ജനങ്ങൾ പാമ്പുകളെയും എലികളെയും ആമകളെയും കടൽപ്പന്നികളെയും നായ്ക്കളെയും കുരങ്ങിൻ്റെ തലച്ചോറിനെയും ചെറുപ്രാണികളെയും, ഒരുപക്ഷെ മേശയും കസേരയും ഒഴികെ ചലിക്കുന്നതും ചലിപ്പിക്കാവുന്നതുമായ മറ്റെന്ത് വസ്തുക്കളെയും ഭക്ഷിക്കുന്നു എന്ന് ഞാൻ കണ്ടു. നായ്ക്കളെയും പൂച്ചകളെയും മറ്റ് പലതരം മൃഗങ്ങളെയും അവയുടെ മാംസത്തിനു വേണ്ടി കൂടുകൾക്കകത്ത് ഞെക്കി ഞെരുക്കി സൂക്ഷിക്കുന്നു. മനുഷ്യൻ്റെ സന്തോഷത്തിനു വേണ്ടി മൃഗങ്ങളെ നരകയാതന അനുഭവിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനോവേദന എത്രയുണ്ടെന്ന് ജനങ്ങൾക്കറിയില്ല. ജനിച്ചതു മുതൽ അവർ ഈ ജീവിത രീതി കാണുന്നതാണ്. അവർ തിരഞ്ഞെടുത്ത കർമ്മമാണ് അത്. അവർക്കൊരു അലിവുമില്ല. നിർവികാരതയും അവർ സ്വയം തിരഞ്ഞെടുത്തതാണ്. എല്ലാം പ്രാരാബ്ധമാണ്. പരിണാമഗതിയിൽ അവർക്ക് സംവേദനക്ഷമത ലഭ്യമായേക്കാം. ചിലപ്പോൾ ഒരു ജീവിതകാലത്ത് അത് സംഭവിച്ചില്ലെന്നും വരാം. ഒരു കശാപ്പുകാരൻ തനിക്ക് അറിയുന്ന ഒരേ ഒരു തൊഴിൽ അതാണെന്നും വേറെ വഴിയില്ലെന്നും ജനങ്ങളുടെ ആവശ്യത്തെ മാനിച്ച് താൻ കടമ നിറവേറ്റുകയാണ് എന്നും അല്ലെങ്കിൽ അയാളുടെ കുടുംബം പുലർത്തുവാൻ വേണ്ടി ചെയ്യുകയാണ് എന്നും പറയും. അങ്ങനെയുള്ളവരിൽ സംവേദനം സംഭവിക്കുന്നില്ല. രാജസത്തിൽ നിന്ന് സാത്വികത്തിലേക്ക് നാം കടക്കുമ്പോൾ അഹിംസാ മനോഭാവം വേരുറപ്പിക്കുന്നു. പിന്നീട് ഒരു ജീവിയെ പോലും ഉപദ്രവിക്കുക വളരെ പ്രയാസമാണ്. അതേ പ്രാരബ്ധം ശിലാലിഖിതമാണ്. പൂർവ്വനിശ്ചയപ്രകാരം തന്നെ അത് നടക്കും. ഒരു ജീവിതകാലത്ത് അതിനോട് കൂട്ടിച്ചേർക്കൽ ഉണ്ടായെന്നോ ഉണ്ടായില്ലെന്നോ വരാം. പ്രവൃത്തികളുടെ ഫലങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെക്കപ്പെട്ടു എന്നും വരാം. അത് നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല. ഇപ്പോൾ ബന്ധനവും കശാപ്പും അനുഭവിക്കുന്ന മൃഗങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പീഡകന്മാരായിരുന്നിരിക്കാം. നമുക്ക് ഒരിക്കലും അത് അറിയാൻ കഴിയില്ല. കർമ്മത്തിന് അനുസൃതമായി നാം ജന്മമെടുക്കുന്നു. മഹത്തായ പരോപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വിശുദ്ധന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ഒരു കുടുംബത്തിൽ നാം ജനിച്ചു എന്ന് വരാം.
അതുപോലെ മൃഗത്തിൽ നിന്ന് മനുഷ്യനായി ജന്മം കിട്ടിയവർ മൃഗീയ പ്രവണതകൾ കാണിക്കുന്നു. അവർ നിർവികാരത പ്രദർശിപ്പിക്കുന്നു, സ്വാർത്ഥതയും പ്രദർശിപ്പിക്കുന്നു. പല ജന്മങ്ങളിൽ കൂടി വികാസം നേടുമ്പോൾ അവർ പതുക്കെ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിന് നൂറുകണക്കിന് ജന്മങ്ങൾ വേണ്ടിവരും. ചിലപ്പോൾ ആത്മീയ വികാസം അത്രയ്ക്ക് സാവധാനമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാ വശങ്ങളിൽ നിന്നും പരിഗണിക്കേണ്ടതുണ്ട്. ചോദ്യം: ഗുണങ്ങൾ ഞാനെന്ന ഭാവവുമായി ബന്ധപ്പെട്ടതാണോ? ഉത്തരം: മുഴുവനായും അങ്ങനെയല്ല, എന്നാൽ അതിന് വളരെ അടുത്താണ്. ഗുണങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായി അവയെ കുട്ടി, പ്രായപൂർത്തിയായ ആൾ, പിതാവ് മുതലായവരുടെ അഹംഭാവ അവസ്ഥയുമായി വളരെ സാമ്യമുള്ളതായി കണക്കാക്കാം. അഹംഭാവ അവസ്ഥയെപ്പോലെ ഗുണങ്ങൾ നമ്മുടെ പ്രതികരണ തലങ്ങളെ നിശ്ചയിക്കുന്നു. താങ്ക് യു. ജയ് മോഹൻജി.